അപ്പോൾ നമ്മൾ ആ ഒരു ഡെസ്റ്റിനേഷൻ വിട്ട് ചെറിയൊരു ഏരിയ മാത്രമേ ഉള്ളൂ. നമ്മൾ വയനാട് മുത്തങ്ങ വന്ന് വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ ഇപ്പോൾ ആനയൂട്ടാണ് കാണുന്ന വെച്ചാൽ കുരങ്ങനെ എൻ്റെ കുട്ടീനോടുള്ളൊരു സ്നേഹം കണ്ടു. ഇതാ എൻ്റെ ഫാമാണ്. നമുക്ക് സാധനം കിട്ടി, നോക്കി നോക്കാം എന്താ അതിൻ്റെ ഒരു കണ്ടീഷൻ. അപ്പോൾ ഞാനും ശ്രീരാജും ഉണ്ട്. അപ്പോൾ ഞങ്ങളിന്ന് വയനാടേക്ക് ചെറിയ നൈസ് ആയിട്ട് ട്രിപ്പ് പോവുകയാണ്. അപ്പോൾ എന്തായാലും വീഡിയോ കിട്ടാന്ന് വെച്ച് നമുക്ക് അവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് പോവാം. അപ്പോൾ നമുക്ക് വരുന്ന ഈ കാഴ്ചകളൊക്കെ കാണാം. സോ ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ എന്തായാലും നമുക്ക് റണ്ണിങ്ങിൽ ഇങ്ങനെ കണ്ടുകൊണ്ട് പോവാം. കുറേ കാഴ്ചകളുണ്ട്. വയനാടേക്കാണ് പോകുന്നത്. സമയം ഇപ്പോൾ 4:40 നമ്മൾ ഇറങ്ങാൻ പോവാണ്. ഓൾവേസ് റൈഡ് സേഫ്, ഹെൽമെറ്റൊക്കെ ഇട്ട് പോവുക എല്ലാവരും അല്ലേ. ഹെൽമെറ്റ് ഇടാണ്ട് പോയി കഴിഞ്ഞാൽ തല പൊട്ടിത്തെറിച്ച് ചത്തുപോകും. സേഫായിട്ട് പോവുക. ആഹാ, വോട്ട് എ കോൾഡ് സ്റ്റാർട്ട്. ഇപ്പോൾ നമ്മൾ പോവുകയാണ് സുഹൃത്തുക്കളെ. പോവാ ദേവിയെ തൊട്ട് വരയിച്ചാൽ. ബൈ ബൈ വീട്. നമ്മളെപ്പോഴും വീടിനോട് യാത്ര പറയണമെന്ന്. $500 അടിക്കാം. ഇതിന് 1 തുറന്നു. ഡിസ്പ്ലേ അടിപൊളിയാണ്, അടിപൊളി ഫോണാണ്, എല്ലാം അടിപൊളിയാണ്. ക്യാമറ അടിപൊളിയാണ്. അതാണ് വിവോ. ഇത് X100 200 അല്ല. ഹൗസില്ല, 400 രൂപ അടിച്ചു. സ്ട്രെയിറ്റ് വയനാട്. ഇനി ഇങ്ങനെ റോഡൊന്നും അധികം കാണിക്കില്ല ഗൈസ്. കട്ട് കഷ്ണമൊക്കെ ഇടണമെങ്കിലൊക്കെ കാണിക്കട്ടോ നല്ല നല്ല ഭാഗങ്ങൾ. ബെല്ലാരി എത്തി ഗൈസ്. ബെല്ലാരി എല്ലാവരും ഇട്ടത് വേറെ ചന്ത. കുറേ പശുവും മൂരിയും കാളെ ഇതൊക്കെ ചെത്ത് കാള എല്ലാം ഉണ്ട്. ആടൊക്കെ ഉണ്ട് ഗൈസ്. പോവാ. നമ്മൾ ചുരം കയറി തുടങ്ങി. നമ്മളെ മെയിൻ സ്ഥലം വഴിയല്ല വന്ന്, വേറെ വഴിക്കാട്ടോ വന്ന്. നല്ല തണുപ്പുണ്ടല്ലേ. നമ്മളിങ്ങനെ ട്രിപ്പ് പോയില്ല, ആദ്യമായിട്ട് വീഡിയോ എടുത്തേ. ഇതുവരെ വീഡിയോ എടുത്തില്ല. ഇന്നത്തെ സൺറൈസ് കാണാം. ഓ നൈസ്. ഏത് മൂട് അതൊക്കെ ഫുള്ള് മഞ്ഞിറങ്ങി. സൺറൈസ് കാണാൻ ഗൈസ്. നമ്മളെ നല്ല ബ്ലെൻഡ് ഏത് മൂഡ്, ആ തണുപ്പും ആ ഫീല് ശരിക്കും നല്ല റിലീഫ് ആട്ടോ. ഇതൊരു പരിപാടി. ഇനി ഇങ്ങനെ ട്രിപ്പുകളൊക്കെ പ്ലാൻ ചെയ്തു. അപ്പൊ എന്തായാലും വരും. പിന്നെ റോഡൊക്കെ നല്ല മോശമാണ്. എല്ലാവരും ഭയങ്കര ശ്രദ്ധിച്ചൊക്കെ പോവാട്ടോ. നമ്മള് ശ്രദ്ധിച്ചാണ് പോകുന്നത്. അടുത്തൊക്കെ നൈസ് സ്ഥലം. വേറെ റോഡ് ടൗണെത്തി ചോര കഴിഞ്ഞ നേരെ ടൗൺ കയറി. നമ്മൾ പോകാൻ പോകുന്ന റോഡൊക്കെ വെസ്റ്റേൺ ഗട്ട്സ് കിടക്കുന്ന കിടപ്പൊക്കെ ഏറെ
വെയിൽ തണുത്തിട്ടുണ്ടല്ലോ, എല്ലാവർക്കും നല്ല തണുപ്പുണ്ട്. നമ്മള് മുടിയൊക്കെ ബേഡായിപ്പോയി, ഹെൽമെറ്റ് എടുത്ത് നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ അല്ല, ഒന്ന് സൈഡാക്കിയതാ. ഒരു ചായ കുടിച്ചിട്ട് പോകാന്ന് വെച്ച്. നല്ല അടിപൊളി മൂഡ്. ഇവിടുത്തെ സ്ഥലമൊക്കെ നല്ല രസം കേട്ടോ. ഫുള്ളൊരു ഫീൽഡ് ഏരിയ. ബാക്കിൽ ഫുള്ള് പശു കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളി. ഇവിടുന്ന് അങ്ങോട്ട് അടിപൊളിയാ. നല്ല അടിപൊളി സ്പോട്ട്. ഗുഡ്. നല്ല ഫീല്, നല്ല ചായ, നല്ല തണുപ്പുണ്ട് ഇവിടെ. സോ ഇറ്റ്സ് റിയലി ഗുഡ്. നല്ല ഫീലുണ്ട്. ചായക്ക് അടിപൊളി ചായ. ഞാൻ ചായ ഇത്ര എക്സ്പെക്ട് ചെയ്തില്ല. നല്ല ചായ. തോന്നുന്നുണ്ടല്ലേ? എന്താ തോന്നുന്നത്? നാട്ടിൽ സ്ഥലം പറ്റിയിട്ട് ഇങ്ങോട്ട് വരാം. അതാണ് നല്ല അടിപൊളി കേട്ടോ. ഇവിടെ നല്ല രസം ഉണ്ടാവും. നല്ല മൂട് സ്ഥലം. മഞ്ഞുണ്ടോ? നല്ല കിടിലം മഞ്ഞല്ല, ഒരു കോട ഫീലല്ലേ? ഇവിടുത്തെ ആൾക്കാർക്ക് ഇവിടെയൊക്കെ ഇപ്പൊ കോമൺ ഒരു സ്ഥലമാണ്. നമുക്കിപ്പോ കാപ്പാട് ബീച്ച് പോലെ. പക്ഷെ നമുക്ക് ഇവിടെ അടിപൊളി സ്ഥലം. ആ ഒരു ഫീലാണ് സംഭവം. എന്നാലും അടിപൊളി. കുറച്ച് നേരത്തേക്ക് നിർത്താൻ നല്ല മോനുണ്ടോ? നല്ല സുഖമുണ്ട്. പോയി അടിപൊളി. ഞാൻ റെക്കമെൻഡ് വെച്ചാൽ കുഴപ്പമില്ല. നൈസ്, നല്ല വണ്ടിയാണ് അല്ലേ? കമ്പാരിറ്റീവ്ലി നല്ല സുഖമായിട്ട് പോവാം. നല്ല വണ്ടിയാണ്. ഇനി പോവാം. ഇനി അങ്ങോട്ട് ഒരു ഫോറസ്റ്റ് റൂട്ടാണ്. ഇനി നമ്മളങ്ങോട്ട് കയറാം കേട്ടോ. അപ്പോൾ ബാക്കി വ്യൂ നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്കിങ്ങനെ നോക്കി പോവാം. കാട്ടിൽ കയറി ഫസ്റ്റ് നമ്മൾ കണ്ട ഡൊമസ്റ്റിക് എനിമി പശു. നോക്കാം. ഇതൊരു സഫാരി റൂട്ടാന്ന് തോന്നുന്നുണ്ട്. എന്നാലും നല്ല ആംബിയൻസ് ഉള്ള റൂട്ട്. അടിപൊളി വൈബ്. ഇതാണ് ഞാൻ ആഗ്രഹിച്ചത്. നല്ല കാണുന്ന പ്രതീക്ഷിച്ച അതിനിടയിലൊന്ന് ചായ കുടിക്കാതെ ലേറ്റ് ആയിപ്പോയി. നമ്മൾ 7:15 കളിച്ച് 7:44. കുറുവാദ്വീപിലേക്ക് ഈ ഒരു വഴിക്കാണ് പോവുക. ഇപ്പൊ ഇങ്ങോട്ട് വരികയാണെങ്കിൽ കുറച്ച് സ്ഥലങ്ങൾ കവർ ചെയ്യാം. ഇപ്പോൾ വരുന്നേക്ക് മീൻമുട്ടി വാട്ടർഫോൾസ് ഉണ്ട്, കുറുവാദ്വീപ്, അങ്ങനത്തെ സ്ഥലങ്ങളുണ്ട്. പിന്നെ ഒരു ഏവിയറി ഉണ്ട്. ബേർഡ്സിനോടൊക്കെ താല്പര്യമുള്ള ആൾക്കാരൊക്കെ അവിടെയൊക്കെ ഒന്ന് കയറി പോവാം. പിന്നെ കുറെ പ്ലാന്റേഷൻ ഏരിയ, ഫീൽഡ്, അങ്ങനത്തെ ഒക്കെ ഏരിയാസ് ആണ് ഉള്ളത് കൂടുതലായിട്ട്. ഇവിടെ കണ്ട നല്ല അടിപൊളി സ്ഥലമാണ്. സഫാരി റൂട്ട് ഞാൻ ആക്കി തോന്നുന്നത്. കാരണം അതേപോലെയൊക്കെ ഉള്ളൊരു ടെറൈനാണ് തോന്നുന്നത്. വണ്ടി പോയ ഒരു കലയൊക്കെ ഉണ്ട്. പിന്നെ റോഡ് ഓവറോൾ പറയുകയാണെങ്കിൽ നല്ല സ്മൂത്ത് റോഡാണ്. ഇവിടെ ആന, മയില്, പിന്നെ കാട്ടി, മാന്, കൊരങ്ങൻ, ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉള്ളത്. പക്ഷെ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഒന്നിനെ കണ്ടിട്ടില്ല. കാണുകയായിരിക്കാം. നോക്കാം. ഫോറസ്റ്റ് അത്ര ഡിസ്റ്റൻസ് ഇല്ല. നമ്മളെ മുത്തങ്ങ ആ ഒരു വേസ്റ്റ് ആ ഒരു അത്ര ലെങ്ത് ഇല്ലാത്ത ഫോറസ്റ്റ് ആണെങ്കിലും കുഴപ്പമില്ലാണ്ട് നമുക്ക് കവർ ചെയ്യാം. നോക്കാം. ഈ ഒരു റൂട്ട് ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ വരുന്നത്. ജസ്റ്റ് ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് മാത്രം. അപ്പോൾ നമ്മൾ ആ ഒരു ഡെസ്റ്റിനേഷൻ വിട്ട് ചെറിയൊരു ഏരിയ മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ നേരെ വയനാട് മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ച്വറിലേക്ക് കയറാൻ പോവാണ്. വണ്ടി നിർത്താൻ പാടില്ല, നല്ല പോകാൻ പാടുള്ളൂ. ഇങ്ങനെയൊക്കെയാണ്. സോ നമുക്ക് എന്തായാലും പോവാം. എന്തെങ്കിലും സൈറ്റിംഗ് ഉണ്ടോ നോക്കാം. പിന്നെ വണ്ടിയിൽ ഇങ്ങനെ പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് തീരെ വോയിസ് കിട്ടില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഇനി അങ്ങോട്ട് വോയിസ് ഓവറായിട്ട് കൊടുക്കുക എക്സ്പീരിയൻസ്. സോ ജസ്റ്റ് എന്തായാലും നിങ്ങൾ വ്യൂ ഒക്കെ ഒന്ന് കാണുക, എൻജോയ് ചെയ്യാം കേട്ടോ. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ഗൈസ്. അങ്ങനെ കഷ്ടപ്പെട്ടൊരു മാനെ കണ്ടു ഗൈസ്. ഓടിവാ മാനെ, ചാടിവാ മാനെ. കാട്ടിക്കറി അങ്ങനെ ആകെ കണ്ടതൊരു മാനെങ്കിൽ മാൻ 3-ാം മൈൽ അടച്ച്. ഗവൺമെന്റിന്റെ നല്ല തടി ഉൾപ്പടികൾ, മരം ഇതിനകത്ത് കയറിയാൽ തീർന്നു. ഫുള്ള് തേക്ക്. ചില്ലറ തടി വിൽപ്പന കേന്ദ്രം.
നമ്മൾ വയനാട് മുത്തങ്ങ വന്ന് വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ ഇപ്പോൾ ആനയൂട്ടാണ് കയറി വെക്കട്ടോ. അപ്പോൾ ഇനി അങ്ങോട്ട് ആനയൂട്ട് പരിപാടികളൊക്കെ ആണോ അല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് കയറാം. ഇവിടെ ഫ്രീ എൻട്രി കേട്ടോ ഈ ഒരു ടൈമിൽ കേട്ടോ. എന്നെ എങ്ങനെ അറിയില്ല, നമ്മളോടിപ്പോൾ ആനയൂട്ടാണ് ഫ്രീ ആയിട്ട് കയറിക്കൊള്ളാൻ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കാം, അറിയാത്തതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും പോയി വെക്കാം. ഇവിടെ അതേപോലെ തന്നെ സഫാരിയൊക്കെ ഉണ്ട്. പെർ ഹെഡ് ജീപ്പിനൊക്കെ ഓരോ ചാർജൊക്കെ ഉണ്ട്. അപ്പോൾ എലിഫൻറ്റ് ക്യാമ്പ് മുത്തങ്ങ നല്ലൊരു അടിപൊളി ആംബിയൻസ്. നമുക്ക് പോയിട്ട് എലിഫൻ്റ് വിട്ട് കാണാം. എന്ത് കോന്നി സുരേന്ദ്രനല്ലേ? ഇവൻ ആനൻ്റെ ചങ്ങയാണ് കേസ്. കോന്നി സുരേന്ദ്രനെ കാണാൻ പോവാണ് കേസ്. കണ്ടു വയ്ക്കും. ആ ആന മറ്റേ താപ്പാനല്ലേ, കുങ്കിയാന, ആനമല കലീം. അല്ല, ആനമല കലീം. അതെങ്ങനെയാന്ന് തോന്നാണ് എൻ്റെ പേര്. അത് കാണാൻ പോയതാ. ഇത്രയും ആൾക്കാരുണ്ട്. ആനയൂട്ടാണ് കേട്ടോ. നോക്കുക കാണാം. ഇത്രയും ആൾക്കാർ ഇത് കാണാവുന്നുണ്ട്. എന്താ ഫുൾ ആന. ഒരു ആന ഉണ്ടോ തെക്ക് കിടക്കാൻ നടക്കുന്നത്. അവിടെ ആന കുട്ടിയതാ. കുട്ടിയതല്ലേ, ചെറിയ ആന അത്. ആയി സലാം, നമസ്കാരം. കാലത്ത് 9:30 to 10 അതുപോലെ വൈകിട്ട് 4:30 to 5 എല്ലാ ദിവസവും ഈ പരിപാടി കണ്ടിന്യൂ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ടിക്കറ്റില്ല, ടിക്കറ്റ് വന്നേക്കാം. നമ്മൾ വനത്തിലൂടെ യാത്ര ചെയ്ത ആളുകൾ കാണാമെങ്കിലത് യാത്ര ചെയ്യാത്ത ആളുകൾ കാണാം. കാരണം ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഈ മൃഗങ്ങളെ ഒന്നും തന്നെ കാണണം എന്ന് നിർബന്ധമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വയനാട്ടിലെ 4 റേഞ്ചുകൾ ഉൾപ്പെടുന്നതാണ് വയനാട് വന്യജീവി സങ്കേതം. മുത്തങ്ങ, സുൽത്താൻ ബത്തേരി, കുറിക്കാട്, തോൽപ്പെട്ടി. ഇതിന്റെ ചുറ്റളവ് 344.44 ചതുരശ്ര കിലോമീറ്റർ വനം വരുന്നു. അതിനകത്താണ് നമ്മൾ 10 കിലോമീറ്റർ യാത്ര ചെയ്യുന്നത്. മാത്രമല്ല ഇത് 3 സ്റ്റേറ്റുകൾ നമ്മൾ ചേരാറുണ്ട്. കേരള, കർണാടക, തമിഴ്നാട്. ബന്ദിപ്പൂർ നാഷണൽ പാർക്ക്, മുതുമല ടൈഗർ റിസർവ്, വയനാട് വന്യജീവി സങ്കേതം. അപ്പോൾ ഇതിനകത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ മൃഗങ്ങളെ കാണുക എന്നുള്ളത് ഇതൊക്കെ ഭാഗ്യമാണ്. കാരണം ഒരു സൂവോ പാർക്കോ അല്ല. നമുക്കറിയാം ഇതിനകത്ത് യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ആനയെ കണ്ടേക്കാം. ഒരു ആനയെ കണ്ടു കഴിഞ്ഞാൽ ആന സദാസമയം ദേഹത്തേക്ക് മണ്ണ് വാരിയിടുന്നു. എന്തുകൊണ്ടാണ് ആന ദേഹത്തേക്ക് മണ്ണ് വാരിയിടുന്നത്? കാരണം ആനയുടെ ശരീരം നന്നായി ചൂടാവുന്നതാണ്. ആ ചൂട് പ്രതിരോധിക്കുന്നതിന് വേണ്ടി ആനകൾ സദാസമയം ദേഹത്തേക്ക് മണ്ണ് വാരിക്കൊണ്ടിരിക്കുന്നു. കോന്നി സുരേന്ദ്രൻ നിൽക്കുന്നു, ദേഹം നിൽക്കുന്നു, ആ മരത്തിൻ്റെ ക്യാമ്പിൽ നിൽക്കുന്നു. കോന്നി സുരേന്ദ്രൻ വാനാട്ടി ഇവിടെ ക്ലബിലേക്ക് വേണം. പോകുന്നു. ചക്കര മൂക്കത കൊടുക്കുന്നു, സുന്ദരി മൂക്ക്. കാണുന്ന വെച്ചാൽ കുരങ്ങനെ എൻ്റെ കുട്ടീനോടുള്ളൊരു സ്നേഹം കണ്ടോ. ഇതൊരു ഫാമിലി, എൻ്റെ സെൻറ്ററൊക്കെ ഉണ്ട്. ഒരു കുട്ടി കുരങ്ങിയിരിക്കുന്നത് എന്ത് രസേനെ കാണാൻ. അതിൻ്റെ അച്ഛനും അമ്മയുണ്ട്, അതിനൊരു സിബ്ലിങ്ങും ഉണ്ട് കേട്ടോ. അതിൻ്റെ അമ്മേൻ്റെ നെഞ്ഞത്ത് പറ്റി കിടക്കുന്നത് കാണാൻ പറ്റും. ഇതൊരു വല്ലാത്ത അടിപൊളി കാഴ്ച. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇപ്പോൾ നമ്മൾ ഫ്രണ്ടിൻ്റെ അടുത്ത് വന്നതാണ്. ഇവിടെ പശുവിൻ്റെ ഫാമുണ്ട്. അപ്പോൾ ജസ്റ്റ് അതോടെ കാണിച്ചിട്ട് നരിച്ച്. ഇത് എന്ത് ടൈപ്പ് പശുവാ? അത് ശരി. ഇതാ എൻ്റെ ഫാമാണ്. ജേഴ്സി ഏതാ പശു? ജേഴ്സി അതാ കറുപ്പ്, അത് മാത്രമേ ജേഴ്സി ഉള്ളൂ, ബാക്കിയൊക്കെ HF. ആ ഓക്കെ ഓക്കെ. കൊമ്പുണ്ടാവില്ലല്ലേ അവർക്ക്? ഇല്ല ഇല്ല. കോട്ടണ്ടായതാ? ആ അത് ശരി.
അവിടെ ഒരു ചെറിയ കുട്ടി 3 മാസം മുന്നേ പ്രസവിച്ചു. എവിടെ കോർണറിൽ കുത്തിരിക്കുന്ന. ആ അത് ശരി, നല്ല അടിപൊളി പരിപാടി. മെഷീനൊക്കെ വെച്ചിട്ടുള്ള പരിപാടിക്ക് അല്ലേ? ഫുൾ മെഷീനാ. ആ സൂപ്പർ. ഇപ്പോൾ നമ്മൾ ജലജാവേക്കറിലാണുള്ളത്. ഇവിടുത്തെ പത്രവൻ അടിപൊളിയാണ്, കഴിച്ചിട്ട് നേരെ ഇഷ്ടപ്പെടാം. നമുക്ക് സാധനം കിട്ടി, നോക്കി നോക്കാം എന്താ അതിൻ്റെ ഒരു കണ്ടീഷൻ. പൊളി പൊളി. ചൂടുണ്ടോ? ചൂടുണ്ടോ? ഉണ്ട് അടിപൊളിയാ. നീ വെച്ചോ, കഴിച്ചോ. ആ നീ വെച്ചോ. ഒരു ക്വാണ്ടിറ്റി വൈസ് പറയുകയാണെങ്കിലൊക്കെ നല്ലതാണ്. 20 രൂപയാണ് ഇവിടെ ചാർജ് കേട്ടോ. സംഭവം അടിപൊളി. ജലജ ബേക്കറിലെ ബട്ടർ ബൻ നല്ലതല്ലേ? സെൻറ്റർ ഫീൽഡ് അല്ലേ? ഇപ്പോൾ നമ്മൾ റിട്ടേൺ അടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ കുറേ സ്പോട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് അടിപൊളിയായിട്ടുള്ളൊരു സംഭവമായിരുന്നു നമ്മളെ ബട്ടർ ബന്നും അതുപോലെ തന്നെ മന്തി കാര്യങ്ങളൊക്കെ. ഫുഡ് വൈസ് നോക്കുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു. ഇനി അടുത്ത അവിടെ വ്യൂ പോയിന്റ് ജസ്റ്റ് നോക്കിയിട്ട് നമുക്ക് പോവാം. ചേട്ടാ അപ്പോൾ ഇതാണ് നമ്മളെ വ്യൂ പോയിന്റ്. കുരങ്ങന്തണ്ടി വന്നിട്ട് പേടിപ്പിച്ച് ഗൈസ്. എൻ്റെ ബട്ടർ ബന്നൊക്കെ ഇപ്പോൾ പോയിരുന്നു. ബട്ടർ ബന്ന് ഇപ്പോൾ കുരങ്ങനെ കൊടുക്കേണ്ടി വരുന്നു. മെനക്കെട്ട് വയനാടത്ത് പോയി വാങ്ങിയ ബട്ടർ ബന്നാ. ഫോണെടുത്ത് പോയിക്കോളൂ ആടോ ഗൈസ്. ഇപ്പോൾ കുരങ്ങനൊക്കെ വൻ വേടാണ് കേട്ടോ. സോ വയനാട് ഇന്നത്തെ ഡേ നമ്മൾ കഴിഞ്ഞ് സെറ്റപ്പാക്കി നമുക്ക് നേരെ റിട്ടേൺ അടിക്കട്ടോ നാട്ടിലേക്ക്. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് എ നൈസ് ഡേ. നമുക്ക് ഇവിടെ നമ്മൾ എൻ്റെ ആണ് ഫോണിലെ ചാർജിൻ്റെ പരിമിതി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഡേ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ബൈ. അപ്പോൾ അടുത്ത ട്രിപ്പ് വരുന്നുണ്ട്. അപ്പോൾ കാണാം അടുത്ത അടിപൊളി എക്സ്പീരിയൻസ്. നല്ല ബ്ലോക്കാണ് ഗൈസ് ചുരത്തിൻ്റെ മുകളിൽ. പക്ഷേ ഞങ്ങളിങ്ങനെ മെല്ലെ മെല്ലെ സൈഡിൽ കൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. നല്ല ബ്ലോക്കാണ്, നല്ല ബ്ലോക്കാണ്.